പൊന്നെന്നോ പൊരുളെന്നോ കലമാൻ മിഴിയെന്നോ. സംസാരിക്കാൻ കഴിയാത്തവർക്കും അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള വേദനകളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു ജയസൂര്യ അഭിനയിച്ച ആ മനോഹരമായിരിക്കുന്നൊരു സിനിമ. അത്തരം സിനിമകളിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന ഒരുപാട് മുന്നോട്ട് ചിന്തിക്കുവാനുള്ള, സിനിമ എന്ന് പറയുന്ന ലോകത്തിൽ എല്ലാവരും ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരുപാട് ആളുകളുടെ അവസ്ഥകളെ, സാഹചര്യങ്ങളെ തുറന്നു കാണിക്കുന്നതിന് കൂടിയിട്ടുള്ള അവസരമായി കണ്ടിരിക്കുന്ന ഒരു സംവിധായകനാണ് വിനയൻ സാറ്. ഞാനിതിങ്ങനെ പറയാൻ തുടങ്ങിയാൽ വിനയൻ സാറിന് എറണാകുളത്തൊരു പരിപാടിയുണ്ട്. ഞാൻ 3 മണിക്ക് ഈ പരിപാടി ശ്രീ സുനിൽ പറഞ്ഞതുകൊണ്ട് 3 മണിക്ക് എന്നോട് പറഞ്ഞ പരിപാടി ഞാൻ പാലക്കാട് 6 മണിക്കാക്കി വന്ന ഒരാളാണ്. അപ്പം അങ്ങോട്ട് പോകാൻ നമ്മളെല്ലാവരും പറയാം. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. അതേപോലെ തന്നെ വിനയൻ സാർ എഴുതിയിരിക്കുന്ന അതിനകത്ത് ഉമപ്പെണ്ണിന് ഉരിയാട പയ്യനിലെ ഏറ്റവും മനോഹരമായിരിക്കുന്നൊരു ഗാനം, സ്വപ്നങ്ങൾ വിൽക്കുവാൻ വന്നവരാണ്, പകരം ദുഃഖങ്ങൾ തന്നത് നിങ്ങളാണ്. സ്വപ്നങ്ങൾ വിൽക്കുവാൻ വന്നവരാണ്, പകരം ദുഃഖങ്ങൾ തന്നത് നിങ്ങളാണ്. മാളോരേ നിങ്ങളുടെ പുഞ്ചിരി പൂവിൽ ഞങ്ങളുടെ കണ്ണുനീരാണ്, നിങ്ങളുടെ പുഞ്ചിരി പൂവിൽ ഞങ്ങളുടെ കണ്ണുനീരാണ്. വിധിയുടെ കോമരങ്ങളായി നാനനാവേ ഞാൻ കേഴുകയാണോ, നീറുകയാണോ നിന്നെഞ്ചകമെന്നും എന്നൊമ്പരമായി എൻ ഗദ്ഗതമായി ഞാൻ പാടുകയാണ് ഈ ശോകങ്ങൾ. വിനയൻ സാർ എഴുതിയതാണെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ, വിനയൻ സാർ എഴുതിയത്. അങ്ങനെ തുടങ്ങി ഒത്തിരി ഗാനങ്ങളും എല്ലാ സിനിമകളിലും നമുക്ക് പാടാൻ പറ്റുന്ന മനോഹരമായിരിക്കുന്ന പാട്ടുകൾ. അതേപോലെ എടുത്ത എല്ലാ സിനിമകളിലും പുതിയ ആളുകൾക്കുള്ള അവസരം കൊടുത്തുകൊണ്ട് പൃഥ്വിരാജ് ആയിക്കോട്ടെ, അവരുടെയൊക്കെ ഒരു വ്യത്യസ്തമായ രീതിയിൽ അവരുടെ അഭിനയ മികവിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്ത വിനയൻ സാറിന് ഈ മണിച്ചേട്ടൻ്റെ പേരിലുള്ള അവാർഡ് നൽകുന്നതിൽ ഞാനും അതിയായ സന്തോഷവതിയാണ്. കാരണം നമ്മുടെയൊക്കെ മുൻപിലേക്ക് ചിന്തിപ്പിക്കുവാനും ചിരിപ്പിക്കാനും, പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ അല്ലേ, ആ വെള്ളി നക്ഷത്രം സിനിമയിൽ ഞാൻ എപ്പോഴും സ്കൂളിൽ ചെല്ലുമ്പോൾ കുട്ടികൾക്ക് വേണ്ടി കുക്കുരു കുക്കുറുക്കൻ കക്കിരി കക്കും കറുമ്പൻ പണ്ടൊരു കാട്ടിലെത്തി, മുന്തിരി കണ്ടു കൊതിച്ചു, നാക്കില് വെള്ളം കൊതിച്ചു, കൊമ്പത്തു നോക്കി നിന്നു, ദൂരെ നിന്നു കളി പറഞ്ഞു, കുറുകും കുറുന്നു കാക്കക്കുറുമ്പി. ഇതൊക്കെ പണ്ടെപ്പോഴോ ഇങ്ങനെ റേഡിയോയിലൂടെ കേട്ട് പഠിച്ചെടുത്ത പാട്ടുകളാണ്. അങ്ങനെയുള്ള അനശ്വരനായിരിക്കുന്ന മണിച്ചേട്ടൻ്റെ പേരിൽ കലാഭവൻ മണി ഫൗണ്ടേഷൻ ഒരുക്കിയിരിക്കുന്ന ഈ ഒരു അവാർഡ് എന്തുകൊണ്ടും അത് ഇത്തവണ നൽകുവാൻ നിങ്ങളെടുത്തിരിക്കുന്ന തീരുമാനത്തിനെ അഭിനന്ദിക്കുകയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പാട്ട് പാടിയിരിക്കുന്നത് മണിച്ചേട്ടൻ്റെ പാട്ട്. നമുക്കറിയാം, മണിച്ചേട്ടൻ്റെ ഓരോ ഇൻ്റർവ്യൂ നമുക്ക് കാണുന്ന സമയത്തും നമുക്കറിയാം അദ്ദേഹം ജീവിച്ച ജീവിതത്തിലെ ഏറ്റവും സന്തോഷവും അതേപോലെ തന്നെ ഏറ്റവും ദുഃഖവുമുള്ള എല്ലാ കാര്യങ്ങളും ജനങ്ങളോട് പറയുവാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല. സ്കൂൾ കാലഘട്ടത്തിൽ കഴിച്ചിരുന്ന കപ്പയും ചമ്മന്തിയുമാണ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കഴിച്ചുകൊണ്ട് അതിൻ്റെ വിശപ്പ് മാറ്റിയ മുഹൂർത്തമാണ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള മുഹൂർത്തം എന്ന് പറയാൻ സാധിക്കുന്ന പച്ചയായ അഭിനേതാവ് ആരായിരിക്കും എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ. ഞാനും നിങ്ങളുമൊക്കെ ഹൃദയത്തിൽ ഇന്നും സ്നേഹിക്കുന്ന മണിച്ചേട്ടനാണ് അല്ലേ? പൊന്നു വിളയുന്ന പാടത്തും നാട്ടിലും നാനായിടത്തും നീ പാറിയില്ലേ, പൊന്നു വിളയുന്ന പാടത്തും നാട്ടിലും നാനായിടത്തും നീ പാറിയില്ലേ, പള്ളിക്കൂടത്തിനകമ്പടിയില്ലാതെ പള്ളിക്കൂടത്തിനകമ്പടിയില്ലാതെ പുന്നാര പാട്ടു നീ പാടിയില്ലേ, മിന്നാ
മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ മഴയത്തും വെയിലത്തും പോകരുതേ നീ നാടിൻ്റെ വെട്ടം കളയരുതേ മഴയത്തും വെയിലത്തും പോകരുതേ നീ നാടിൻ്റെ വെട്ടം കളയരുതേ നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ നീ തന്ന കുഞ്ഞു നുറുങ്ങുവെട്ടം മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ. അല്ലേ, മണിച്ചേട്ടൻ്റെ ആ പാട്ടൊന്ന് കേട്ടാൽ മതി. പിന്നെ മുന്നോട്ടുള്ള യാത്ര വളരെ ഈസിയാണ്. നമുക്ക് വലിയൊരു എനർജിയാണ്. ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും മുന്നോട്ട് പോകാൻ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഒരു മിന്നാമിനുങ്ങ് ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന പോലെ മിന്നാമിനുങ്ങിൻ്റെ കയ്യിലിരിക്കുന്ന നുറുങ്ങുവെട്ടം പോലെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ കൈമുതലായുണ്ടായാൽ നമുക്കേത് ലോകവും കീഴടക്കാൻ സാധിക്കുമെന്ന് പറയുന്ന ആ മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം പോലെ മണിച്ചേട്ടൻ കാണിച്ചു തന്ന ഒരുപാട് വഴികൾ. ഒരു ഓണത്തിനൊക്കെ നമ്മൾ കാത്തിരിക്കുന്നത് മണിച്ചേട്ടൻ്റെ ഒരു കാസറ്റ് ഇറങ്ങിയാൽ അത് കേൾക്കാൻ കാത്തിരുന്ന ആ മണിച്ചേട്ടനെ നമുക്കറിയാം. മിമിക്രിയിലൂടെ ഒരുപാട് വേദികൾ പങ്കിട്ട മണിച്ചേട്ടനെ നമുക്കറിയാം. നാടൻ പാട്ടിനെ തന്നെ മറ്റൊരു ലോകം നമുക്ക് നൽകിയ മണിച്ചേട്ടനിലൂടെ ഒരുപാട് കഥാപാത്രങ്ങൾ, ഒരുപാട് കലാകാരന്മാരെ കൊണ്ടുവരുന്നതിന് മണിച്ചേട്ടൻ പ്രചോദനമായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലക്കാരുടെ അഭിമാനമായി മാറി ചാലക്കുടിക്കാരുടെ ഹൃദയമായിരുന്ന മണിച്ചേട്ടൻ്റെ പേരിലുള്ള ഈ കലാഭവൻ മണി ഫൗണ്ടേഷൻ ഏറെ സുതാര്യതയോടുകൂടി ദീർഘനാളത്തേക്ക് ഒരുപാട് ആളുകൾക്ക് കൈത്താങ്ങും സഹായവും സാന്ത്വന സ്പർശവുമായിട്ട് കലാഭവൻ മണി ഫൗണ്ടേഷന് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വിനയൻ സാറിന്